ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു നോർമൽ സൺഡേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുറച്ച് നേരം വൈകിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ അടുക്കളയിലേക്ക് ചെന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യണത് കേട്ടോ. ദോശയും മസാലക്കറിയായിരുന്നു അന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ചോറ് തിളപ്പിച്ചിട്ടാൻ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ചിട്ടാൻ വെച്ചു. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊരു ഗ്രീൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കി ഹാളിൽ വന്നിരുന്നിട്ട് കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പോഴത്തേനും നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ റോക്കി കുട്ടനൊക്കെ വിട്ടിട്ടുണ്ട്. പിന്നെ പാപ്പയും എല്ലാവരും അവിടെ മുറ്റത്ത്. അപ്പോഴത്തേനും ദേ നമ്മുടെ ഉരുളക്കിഴങ്ങിട്ടുണ്ടായിരുന്നത് ദേ കുക്കർ വിസിലടിച്ചു. അപ്പോൾ പിന്നെ സബോളയും ബാക്കി അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ അതെല്ലാം അരിഞ്ഞു വെച്ച് സെറ്റ് ചെയ്യാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് സൺഡേ എന്ന് പറയുന്നത് ഒരു മടി പിടിച്ച ദിവസമാണ്. ബാക്കി എല്ലാ ദിവസവും നമുക്ക് മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട കാരണം ഷോപ്പിലേക്ക് പോകേണ്ട കാരണം നമ്മൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണികളും കഴിയും. പക്ഷേ സൺഡേ എന്ന് പറയുന്നത് ഏകദേശം ഒരു 7:30-8 മണിയായിട്ടാവും ചിലപ്പോൾ എല്ലാവരും എഴുന്നേൽക്കുക. വേറെ എങ്ങോട്ടും പോകുന്നുണ്ടാവുക, വേറെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞ് അപ്പോൾ പിന്നെ അന്ന് ഫുൾ ഡേ ഇങ്ങനെ ഭയങ്കര ലാക്കായിരിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ആദ്യം ഉണ്ടാക്കി പിന്നീടാണ് ലഞ്ചിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണോ? സൺഡേ ഒരു മടി പിടിച്ച ദിവസമാണോ അതോ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ദിവസമാണോ അറിയില്ല. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ദേ ആ നേരം കൊണ്ട് നമ്മുടെ മസാലക്കറിയൊക്കെ റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ ഏട്ടനും കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയായിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ദേ എല്ലാവരും ഹോളിലാണ് വന്നിരിക്കണേ. അപ്പോൾ പിന്നെ ഹോളിൽ വെച്ചിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ചൂടോടുകൂടി ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ദോശ ഉണ്ടാക്കുകയാണ്. അച്ഛനും മക്കളൊക്കെ കൂടി ഇരുന്ന് ദേ ദോശ കഴിക്കുകയാണ്. ടി വിയിൽ എന്തോ സിനിമയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത്ഭുത ദീപമായിരുന്നു തോന്നുന്നുണ്ട്. അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇത്ര ഇൻട്രസ്റ്റിൽ എല്ലാവരും ഇരുന്നിട്ട് കണ്ട് കഴിക്കണത്. അപ്പോൾ പിന്നെ ഞാനും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. മോള് സ്വയം കഴിക്കൽ കഴിഞ്ഞാൽ ഇപ്പോൾ ദേ അച്ഛ കൊടുക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അത്ഭുത ദീപമായിരുന്നു സിനിമ. അപ്പോൾ കണ്ടു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കാണുമായിരുന്നു. അത് കഴിഞ്ഞ് ദേ പിള്ളേരുടെയൊക്കെ കുളിപ്പിച്ച് അവരതിനൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേനും ദേ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ നിറയെ പുല്ല് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ കുറേ പാത്രം കഴുകാനുണ്ട്. അപ്പോൾ പിന്നെ പാത്രമൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയാണ് ഉച്ചത്തെ പരിപാടി. ഉച്ചയ്ക്ക് എന്ത് ഉണ്ടാക്കും എന്ന് നോക്കിയപ്പോൾ പതിവ് പോലെ ചിക്കൻ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ അച്ഛനും മോനും കൂടിയിട്ട് ചിക്കൻ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവരങ്ങനെ പോയി. ബാലമോളും വെളിച്ചൻ്റെ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൽ ചെടികൾ വെച്ചിരുന്നതിനൊക്കെ ചെറുതായിട്ട് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതായത് ഇപ്പോഴാണ് ഇവിടുത്തെ കുറച്ച് പണിയും കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ചെടികളൊക്കെ വെച്ച് ഒന്ന് സെറ്റായി വരണേ ഉള്ളൂ. ഇനിയും കുറച്ചും കൂടിയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഗാർഡനൊക്കെ. അപ്പോൾ ദേ നമ്മുടെ റോക്കി കൂടൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി കുറച്ച് കിന്നാരൊക്കെ പറഞ്ഞ് ഞാൻ ദേ നേരെ മുകളിൽ പോയി. ഇത് നമ്മുടെ ബാൽക്കണിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ പതിവൊന്നുമില്ല, പക്ഷേ വെറുതെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് ദേ പിള്ളേരൊക്കെ പോയിക്കല്ലേ, അപ്പോൾ പിന്നെ വേഗം എൻ്റെ പണികൾ കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ പോകുന്നതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഒരു ഡീപ്പ് ക്ലീനിങ് പോലെ ചെയ്യുക. അതായത് മുകളിലും എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചൊക്കെ ഇടുക. അപ്പോൾ ദേ അവർ പോയ നേരം കൊണ്ട് ഞാൻ മുകളിലൊക്കെ അടിച്ചു വാരി വന്ന് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ദേ നമ്മുടെ ഹോളിലും ഒക്കെ അവരുടെ കളിപ്പാട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുക. അടക്കി പറക്കി വെച്ചിട്ട് യാതൊരു കാര്യമില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെയാവും. നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ തന്നെയാവും അല്ലേ അവസ്ഥ? അപ്പോഴത്തേക്കും ദേ ഏട്ടൻ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ അമ്മ അത് ചിക്കനൊക്കെ കഴുകി കറി വെക്കാൻ സെറ്റ് ചെയ്യാണ് കേട്ടോ, മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഈ കറി വെക്കുമ്പോഴേ നമ്മൾ ഈ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നതിന് കുറച്ച് മാറ്റി വെക്കുന്ന ഒരു പതിവ് നിങ്ങൾക്കുണ്ടോ? ഞാനതിന്ന് ഒരു ചിലപ്പോൾ ഒരു 10 കഷ്ണം ഉണ്ടാവുള്ളൂ. 10 കഷ്ണമാണെങ്കിൽ ഞാൻ മാറ്റി വെക്കും കേട്ടോ. അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം എങ്ങാനും വറുക്കാനായിട്ട്. അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഇത്രയധികം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ടെങ്കിലും നമ്മളത് ഉപയോഗിക്കണ്ടേ. അപ്പോൾ ദേ അമ്മ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ തുടയ്ക്കുകയാണ്. ഈ തുടയ്ക്കണതിൻ്റെ ഇടയിൽ ഒരു 50,000 പ്രാവശ്യം നമ്മുടെ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കൂല്ലേ. ഓഹോ, അപ്പോൾ വരുന്നൊരു പ്രാന്ത്. ആ സമയത്ത് നോക്കിയപ്പോൾ നല്ല സ്മെല്ല്. അപ്പോൾ നോക്കിയപ്പോൾ അമ്മ ദേ ചിക്കൻ കറി വെക്കാൻ തുടങ്ങി കേട്ടോ. നല്ല മസാല മൂക്കണേൻ്റെയും ഒക്കെ മണമാണ്. അപ്പോൾ ദേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും ദേ ഞാൻ ബാക്കിയുള്ളടത്തും കൂടി തുടച്ചിട്ടു. നേരെ നോക്കിയപ്പോൾ 1 മണി. ഞാൻ പറഞ്ഞില്ലേ ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് വേറെ പ്രോഗ്രാമും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ കുളി എന്ന് പറയുന്നത് നട്ടുച്ച കുളിയാണ്. നട്ടുച്ചയ്ക്ക് ദേ നേരെ 1 മണി കൂടെ ആയെന്ന് തോന്നുന്നു. ആ സമയത്ത് ദേ ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണ നേരമായല്ലോ, പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കണം. അങ്ങനെ
അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ദേ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ചിക്കൻ കറിയാണേ. പിന്നീട് ഞാനിതിൻ്റെ റെസിപ്പി ഇടാം. അപ്പോൾ ദേ ആദ്യം നമ്മുടെ ബാലമോൾക്ക് ഫുഡ് കൊടുക്കാനിരുന്നു. അവൾക്ക് ദേ എന്തോ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവൾക്ക് വേഗം ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ ആദിക്കുട്ടനോട് ഞാൻ പറയായിരുന്നു, ഇത്ര വലിയ ചെക്കനായിട്ട് ഈ വാരിത്തരണ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ കളിയാക്കൂട്ടാന്നുള്ളത്. അങ്ങനെ ദേ അവനും വാരി കൊടുത്തു. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പോകുമ്പോഴൊക്കെ തന്നെയല്ലേ കഴിക്കണേ, രാവിലെയും ഉച്ചയ്ക്കൊക്കെ നമ്മളുള്ള നേരത്തല്ലേ അവർക്ക് വാരി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വാരി കൊടുത്തു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ആറാം തമ്പുരാനാണ് സിനിമ. അപ്പോൾ പിന്നെ അതിൻ്റെ മുന്നിൽ നിന്ന് എണീക്കുമോ എന്നാൽ പിന്നെ അവിടെ ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ദേ ഞങ്ങളും ഫുഡ് കഴിക്കുകയാണ്. അവരുടെ കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൈയോടെ നല്ല വിശപ്പ്, കൈയോടെ ഫുഡ് കൊടുത്തു വിടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കറിയും പിന്നെ ഞാൻ സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ ചിക്കൻ കറിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കറികളൊന്നും വേണമെന്നില്ല. ഫുഡ് കഴിക്കണ കണ്ടപ്പോൾ ദേ ബാലമോൾക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് അവൾ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് കഴിക്കാട്ടോ. അപ്പോൾ ഫുഡ് റെഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദേ നേരെ പഠിക്കാനിരുത്തിയിട്ടോ. ശനിയാഴ്ച വെള്ളിയാഴ്ചത്തെയും കുറച്ച് പെൻഡിങ്ങൊക്കെ ഉള്ളത് ബാക്കി ഇരുന്നിട്ട് പഠിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് വേണം ഞാൻ ഒന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ, വീട്ടിൽ പോയതിൻ്റെ. അപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പഠിച്ച് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ദേ വേഗം ഇരുത്തി പഠിക്കുക. അത് കാരണം നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, പഠിച്ച് കഴിഞ്ഞിട്ട് വേണമല്ലോ മാമൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദേ കുറച്ച് രണ്ടിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ അവർക്ക് പഠിക്കാനൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടാവേ. അങ്ങനെ രാത്രിയായി. അപ്പോൾ ദേ നമ്മുടെ ഭദ്ര മാമൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ചേച്ചിയും ചേട്ടനും അവളേനെയൊക്കെ കൊണ്ടുവന്നിട്ട് വീട്ടിലേക്ക് വന്നിക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് അവർ പോയി. പിന്നെ നമ്മൾ ഫുഡ് അടിച്ച് കിടക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നോർമൽ സൺഡേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.